വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. ഓഗസ്റ്റ് 28 മഹാത്മാ അയ്യൻകാളി ജയന്തി. ചാതുർവർണ്ണ്യത്തിന്റെ തോട്ടിക്കുഴികളിലേക്ക് ബോധിവൃക്ഷത്തിന്റെ വിത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തലച്ചോറിലേക്ക് ഒരു തീപ്പാലയെപ്പോലെ പടർന്നു കയറിയ മഹാത്മാ അയ്യൻകാളി. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ പെരുങ്കാറ്റുവിളയിലെ പ്ലാവത്തറ തറവാട്ടിൽ 1863 ഓഗസ്റ്റ് 28 അയ്യൻകാളി ജനിച്ചത്. പിതാവ് പെരുങ്കാട്ടുവിള വീട്ടിൽ അയ്യൻ, മാതാവ് മാല. കേരളത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് മഹാത്മാ അയ്യൻകാളി. സമൂഹത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അയ്യൻകാളി പോരാടിയത്. ഉപജാതികൾക്കതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക, വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ ശ്രദ്ധേയനായ ഒരു സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രീയക്കാരനും നേതാവുമായിരുന്നു അയ്യൻകാളി. ജാതി വ്യവസ്ഥയെയും അതിൻ്റെ വിവേചനപരമായ ആചാരങ്ങളെയും അദ്ദേഹം വെല്ലുവിളിക്കുകയും ദലിതരുടെ വിദ്യാഭ്യാസം, ഭൂ ഉടമസ്ഥത, തൊഴിലവകാശങ്ങൾ എന്നിവയ്ക്കായി വാദിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലായ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലെ ആദ്യത്തെ ദലിതംഗമായും അദ്ദേഹം മാറി. മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു ജനതയെയാണ് അയ്യൻകാളി കണ്ടത്. ചുറ്റും നടമാടിയ ഉച്ചനീചത്വത്തിനും സാമൂഹിക ബഹിഷ്കരണത്തിനുമെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിച്ചു. 28-ാം വയസ്സിലാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത്. അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ലാതിരുന്ന രാജപാതകളിൽ കൂടി പുതിയ പ്രഭാതത്തിന്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അയ്യൻകാളിയുടെ പുലയ വണ്ടി സവർണരുടെ എതിർപ്പ് വകവയ്ക്കാതെ ദക്ഷിണ തിരുവിതാംകൂറിലെ പല ഭാഗത്തും സഞ്ചരിച്ചതോടെയാണ് അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കമായത്. 1907 അയ്യൻകാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശാഖകളുണ്ടായി. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകി. താണജാതിക്കാരുടെ മക്കൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കുക, പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അയ്യൻകാളി സമരം പ്രഖ്യാപിച്ചത്. തുടർന്ന് 1914 ദലിതർക്ക് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം നേടിക്കൊടുത്തു. അയിത്ത വിഭാഗത്തിന്റെ നേതാവെന്ന നിലയിൽ 1911 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 28 കൊല്ലം പ്രജാസഭ അംഗമായിരുന്നു. ഈ കാലയളവ് ദലിതരുടെ അവശതകൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച നിയമനിർമ്മാണ നടപടികളുടെ പിന്നിൽ അയ്യൻകാളിയുടെ സ്വാധീനമുണ്ടായിരുന്നു. 1937 ജനുവരി 14 മഹാത്മാഗാന്ധിയുടെയും അയ്യൻകാളിയുടെയും കൂടിക്കാഴ്ച നടക്കുന്നത്. വെങ്ങാനൂരിലെ ഗാന്ധിജിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റ് അധസ്ഥിത ജനതയും സന്നിഹിതരായിരുന്നു. നൂറ്റാണ്ടുകളായി അടിമത്വവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ, അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യൻകാളിയുടെ ജീവിതം കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന ഒരു അധ്യായമായി നിലകൊള്ളുന്നു. 1937 വെങ്ങാനൂരിൽ നടന്ന ഒരു മഹാസമ്മേളനത്തിൽ മഹാത്മാഗാന്ധി അയ്യൻകാളിയെ പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രസ്ഥാനമാണ് അയ്യൻകാളിക്ക് വഴികാട്ടിയായത്. 1941 ജൂൺ 18 77-ാം വയസ്സിൽ മഹാത്മാ അയ്യൻകാളി വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, വില്ലുവണ്ടി